എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുഖ്യധാര പ്രവർത്തകരൊക്കെ തന്നെ നമുക്കറിയാം, നമുക്ക് സുപരിചിതമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം ടീമും അതിന്റെ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകാത്ത കുറച്ച് ആളുകളും ഉണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ഒരു സൂം പ്രോഗ്രാം ഒക്കെ പബ്ലിക്കായിട്ട് നടന്നിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതിലോട്ട് കടന്നു വരേണ്ട സാഹചര്യമായതുകൊണ്ടും ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞു നമുക്കറിയാം, നമ്മളൊരു കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്നും ശക്തമായിട്ട് ഹൈറിച്ചിന്റെ കൂടെ നിലനിൽക്കുന്ന ഭൂരിപക്ഷം കമ്മ്യൂണിറ്റിയും ശക്തമായിട്ട് ഹൈറിച്ചിന്റെ കൂടെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഹൈറിച്ച് റിവൈവൽ, അതായത് ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടും പലതരത്തിലുള്ള സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഈ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയും ഒരു മാസ് കമ്മ്യൂണിറ്റിയെ ഒരു കോർഡിനേഷന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ കോർഡിനേഷന്റെ അഭാവം വളരെയധികം ഹൈറിച്ചിന്റെ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലീഡേഴ്സ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മറ്റു ആളുകളാണെങ്കിൽ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പബ്ലിക്കായിട്ട് എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ, എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഹൈറിച്ചിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലോട്ട് അവർ പോയി. പിന്നെ ഈ കമ്പനിയുടെ നിലനിൽപ്പ് ഇല്ലാതായ സമയത്ത് കമ്പനിയിൽ നിന്ന് വരുമാനം നിലച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെട്ടു. തങ്ങളുടെ മൗലികാവകാശമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനുള്ള ഒരു നല്ല മേഖല നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമുക്ക് എഫക്റ്റഡ് പീപ്പിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ചേർത്ത് പറയാൻ പറ്റും. അതേപോലെ തന്നെ എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്ന രൂപത്തിൽ FIR കൊടുത്ത ആളുകളെയും എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയും. അതായത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെട്ടു എന്ന രൂപത്തിലുള്ള FIRകൾ 40 FIRകൾ കൊടുത്തുള്ളൂ. അവരും എഫക്റ്റഡ് പീപ്പിൾ എന്ന രേഖയിൽ തന്നെ വരും. പക്ഷെ മെജോറിറ്റി ആയി നിൽക്കുന്ന എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ ഹൈറിച്ച് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും തങ്ങളുടെ ജോലിയും തങ്ങളുടെ നല്ലൊരു മേഖല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല, സാമ്പത്തികമായിട്ട് ഭദ്രത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള മേഖല ഹൈറിച്ച് തന്നിരുന്ന അവകാശങ്ങളൊക്കെ തന്നെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ മെജോറിറ്റി എഫക്റ്റഡ് പീപ്പിള് ഈ കോടതിയുടെ മുന്നിലോട്ട് വരുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ആ പോസിറ്റീവ് ഇമ്പാക്ട് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾക്ക് കമ്പനി തിരിച്ചു വരണം എന്നതായിരിക്കും അവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കമ്പനി തിരിച്ചു വരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ഒരു മെജോറിറ്റി പീപ്പിൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കോടതിയുടെ മുന്നിലൊക്കെ തന്നെ നമ്മൾ സമർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു കോർഡിനേഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമായിട്ടും ഇപ്പോ ഒരു സ്ഥിതിഗതി വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു വലിയൊരു ടാസ്ക് ആണ്. ഇത്രയും ഒരുപാട് ആളുകളെ ജില്ലാ ബേസിലായിക്കോട്ടെ മറ്റു തരത്തിലായിക്കോട്ടെ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഒറ്റ റൂട്ടിലോട്ട്, ഒറ്റ ഫോമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇറ്റ്സ് വെരി ബിഗ് ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിസിക്കലി ചെയ്യേണ്ടതായിട്ടും മെന്റലി പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, മറ്റു തരത്തിലുള്ള സഹായങ്ങളായിക്കോട്ടെ, കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ സൂമിലൊക്കെ പറയുകയുണ്ടായി, സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബാങ്കിന്റെ തരത്തിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഈ ഫിനാൻഷ്യലി ഇടങ്ങാറാക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതായത് നിയമോപദേശങ്ങളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട രൂപത്തിലായിക്കോട്ടെ, അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്ദേശം അവർ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റിയെ കോർഡിനേഷനിലുള്ളോട്ട് കൊണ്ടുവന്നുകൊണ്ട് സംരക്ഷണത്തിന്റെ ഉള്ളിലോട്ട് എത്തിക്കുക. ആ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഒരിക്കലും സംഭവിക്കരുത്. ഹൈറിച്ചിന്റെ പ്രതിസന്ധി കാരണമായിട്ട് തങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു നഷ്ടം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ ഒരു പ്രതിസന്ധി ഘട്ട സമയത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിലോട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെ എത്തിക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോ ഇത് ജില്ലാ ബേസ് ചെയ്തിട്ട് ഓരോ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ കീഴിൽ ഫിസിക്കൽ മീറ്റിംഗ് നടക്കും.
ആ ഫിസിക്കൽ മീറ്റിംഗുകളിലെല്ലാം തന്നെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എത്രത്തോളം ആളുകൾ അതിന്റെ ഉള്ളിലോട്ട് വരുന്നു അതിനനുസരിച്ച് ഇതിന്റെ ശക്തി കൂടും. ആ ശക്തിയെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ 10 പേരുണ്ടെങ്കിൽ അതിന്റെ ശക്തിയും ഒരു കമ്മ്യൂണിറ്റിയിൽ 1000 പേര് അല്ലെങ്കിൽ ഒരേ ഫോമിലുള്ള ഒരേ യൂണിറ്റിയിലുള്ള 1000 10,000 ആളുകൾ ഉള്ളതും രണ്ടും ശക്തിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു ശക്തിയെ നമ്മൾ കാണിച്ചുകൊണ്ട് ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൈറിച്ചിന്റെ ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്ന ഇപ്പോഴത്തെ അതേ ടീമിന്റെ നിർദ്ദേശപ്രകാരം അതേ ടീമിന്റെ അഡ്വൈസിന്റെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് എടുത്തുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒരു കാര്യങ്ങൾ ഈ ഒരു സൊസൈറ്റി, ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പവർ, ഈ ഒരു ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. കാരണം പല തവണ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച സമയത്ത് പല രീതിയിലും അത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ശക്തമായി മുന്നേറ്റം അതിന്റെയൊക്കെ മിസ്റ്റേക്കുകൾ കണ്ടെത്തിക്കൊണ്ട് ഇതിനെ വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുകയും ലീഗലി നല്ലൊരു വക്കീലിനെ വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുകയും അത് നിലവിൽ വരികയും അതിന് പാൻ കാർഡ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ നമുക്കൊരു വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മാക്സിമം ആളുകൾ എന്ത് ചെയ്യാം, സപ്പോർട്ടീവ് ആയിട്ട് അതിൽ ഫോം ഫില്ല് ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയണം, അത് ചെയ്യേണ്ടത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ തന്നെ അത് നമ്മൾ പോകേണ്ടതായിട്ട് വരും. പിന്നെ അതിന്റെ അംഗബലം നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട്, ഇതൊക്കെ നമുക്ക് കേസിന്റെ കാര്യത്തിലും വളരെയധികം അനുകൂലമായിട്ട് വരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഇതാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഒരു മൗന ജാഥ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കോർഡിനേഷൻ നിർബന്ധമാണ്. അപ്പൊ ഓരോ ജില്ലാ തലങ്ങളിലും ആ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും, ഇന്ന കാര്യരൂപത്തിലാണ് നമുക്ക് പോകേണ്ടത് എന്നൊരു യൂണിറ്റ് കിട്ടണമെങ്കിൽ പരക്കെ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലോട്ട് കൊടുക്കുന്നതും ഒരേ ഫോമില് നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ജില്ലകളിലോട്ടും അതിന്റെ താഴെക്കടയിലോട്ടൊക്കെ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ നടത്തി പരിചയമുള്ള ആളുകളാണ് ഇപ്പൊ അതിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു. എന്റെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോർഡിനേഷൻ രൂപത്തിലോട്ടൊക്കെ മുന്നേ കൊണ്ടുവരേണ്ട കാര്യമായിരുന്നു. വിഷയത്തിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് വരും എന്നുള്ള ആളാണല്ലോ അഭിപ്രായം. പിന്നീട് പറയാനുള്ള കാര്യം, ഒരുപാട് ലീഡേഴ്സിനെ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുൻകാലങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന ലീഡേഴ്സ് ഇപ്പോൾ ഇതിലോട്ട് കണക്ട് ആകുന്നുണ്ടല്ലോ എന്ന് പല ആളുകളും ശ്രദ്ധിക്കുന്നത്. അവരൊന്നും ഇപ്പൊ കാണുന്നില്ല, പക്ഷേ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കണക്ട് ആയി നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയം എല്ലാവർക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 2019 അല്ലെങ്കിൽ തുടക്കകാലത്താണ് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത്രയും വർഷത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന ഒരു മേഖലയും എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് ഒരേപോലെ അവസരം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്നുള്ളതും അതിന്റെ പ്ലാനും സിസ്റ്റം എല്ലാം തന്നെ. അപ്പൊ അവിടെ ആരാണ് എഫേർട്ട് എടുക്കുന്നത്, ആരാണ് കൂടുതലായിട്ട് സ്കില്ലുള്ളവർ, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ആളുകൾ. അപ്പൊ ഇവര് ആരും തന്നെ ഈ സാഹചര്യം വരെ, ഈ നിലവിലെ സിറ്റുവേഷൻ വരെ കമ്പനിക്കെതിരെ തിരിഞ്ഞിട്ടില്ല. കമ്പനിക്കെതിരെ ഒരു അക്ഷരം തന്നെ അവര് പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ട് നല്ലപോലെ ടൈറ്റ് അനുഭവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. കാരണം നമ്മളെക്കാൾ കൂടുതൽ, സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഒരു ലക്ഷറി ലൈഫിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ആ കമ്മ്യൂണിറ്റിയെ കൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം കൂടെ നിർത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ശക്തി മനസ്സിലാവും. ഹൈറിച്ച് ഇനി തിരിച്ചു വരുന്ന സമയത്തും നമുക്ക് അതിന് പഴയതിനെക്കാട്ടി രൂപത്തിൽ സ്പീഡിൽ ഓടണമെങ്കിൽ ആ കമ്മ്യൂണിറ്റി നമുക്ക് പഴയ കമ്മ്യൂണിറ്റിന്റെക്കാൾ കൂടുതൽ ശക്തിയിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഹൈറിച്ച് തന്ന സുഖവും ഹൈറിച്ച് തന്ന ഈ പറഞ്ഞ രൂപത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഒന്നും തന്നെ മറ്റൊരു കമ്പനിയും ഇതുവരെ കൊടുത്തതോ കിട്ടിയതോ ആയിട്ട് നമുക്ക് അനുഭവിക്കാനോ ഓർക്കാനോ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഹൈറിച്ചിന് ഇത്രമേൽ ആളുകളെ സ്നേഹിക്കുന്നതും ഹൈറിച്ച് ഒരു തരത്തിലുള്ള പേഔട്ടോ സംവിധാനങ്ങളോ മുടക്കാതെ തന്നെ പറഞ്ഞ രൂപത്തിലെല്ലാം കാര്യങ്ങളും നമുക്ക് തന്നിരുന്നതായിട്ടുള്ള കമ്പനിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയാറുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്ക് ഏത് സമയത്തും ഏത് മേഖല ഏത് രാജ്യത്ത് പോയാലും നമ്മൾ പറയും, സാമ്പത്തികമായിട്ടുള്ള ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാം. സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം,
ആ ഫ്രീഡത്തിലോട്ട് കടക്കണമെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് ആളുകളിൽ കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാന ഇന്ത്യ രാജ്യത്തായിക്കോട്ടെ ഒരുപാട് ആളുകളിലോട്ട് കടന്നു വന്നിട്ടുള്ള, ഒരുപാട് ആളുകളിലോട്ട് അനുഭവത്തിലോട്ട് വന്നിട്ടുള്ളത്, ജീവിതാനുഭവത്തിലോട്ട് വന്നിട്ടുള്ളത് ഹൈറിച്ചിലൂടെ ആയിരുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അതിന്റെ ബേസ് ചെയ്തിട്ട് പല ആളുകൾക്കും സാധാരണ രൂപത്തിൽ നിന്ന് ജീവിച്ചിരുന്ന ആളുകൾ കോടിപതികളായിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എണ്ണത്തിൽ വളരെയധികം കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഹൈറിച്ചിന്റെ പ്രത്യേകതയായിട്ട് ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ഹൈറിച്ചിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു. ഇപ്പൊ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഈ ആളുകളൊക്കെ തന്നെ മറ്റൊരു മേഖല സെലക്ട് ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് പല മേഖല സെലക്ട് ചെയ്ത ആളുകളുണ്ട്. പല കമ്പനി തുടങ്ങിയ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിയ ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ അവരുടെ പേഴ്സണൽ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങി. നമുക്ക് ആർക്കും തന്നെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ അവർക്കെതിരെ മൂവ്മെന്റ് നടത്താൻ പറ്റത്തില്ല. പകരം അവരതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത് ഹൈറിച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവരെന്ത് ചെയ്യാം, എതിർക്കാൻ പറ്റും. അല്ലാത്ത സാഹചര്യം ഓരോ വ്യക്തിയുടെയും സാമ്പത്തികമായിട്ടുള്ള പേഴ്സണൽ മാറ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, മറ്റു കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. കാരണം സാമ്പത്തികമായിട്ട് ഒരു രൂപ പോലും ഹൈറിച്ചിൽ നിന്ന് വരാത്ത സാഹചര്യത്തിൽ പരമാവധി മാക്സിമം ആളുകൾ പിടിച്ചു നിന്നിരുന്നു. അതിന്റെ അപ്പുറത്തോട്ട് പിന്നീട് കാര്യങ്ങൾ കൈവിട്ട സമയത്ത് പല ആളുകളും പല കൺസെപ്റ്റിലോട്ട് പോയി. ഇപ്പൊ ഞാനടക്കം ഈ പറയുന്ന രൂപത്തിൽ ഞാൻ ഓക്സിജനോയിലോട്ട് ചെന്നു. അതിനുശേഷം ഞാൻ ഒരു ഇന്റർനാഷണൽ കമ്പനിയായിട്ടുള്ള ദിവാ സീക്രട്ട് ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ എന്റെ പേഴ്സണലായിട്ട് എടുക്കും. അപ്പൊ ഇതാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത്. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കാം. മാക്സിമം ആളുകൾ സപ്പോർട്ടീവായിട്ട് നിന്ന് കൊടുക്കുക. പേഴ്സണൽ ചോയ്സ് ആണ്. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള റൈറ്റ് ഇവിടെ ഉണ്ട്, ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. സോ എന്തായാലും ഒരു വ്യക്തത എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ, ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ വരാനുണ്ട്. നമുക്കെതിരെ ഹൈറിച്ചിനെതിരെ പടപൊരുതിയിട്ടുള്ള ആളുകളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വരാനുണ്ട്. അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആ ഒരു വീഡിയോ നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസങ്ങളിലോട്ട് എത്തും. താങ്ക് യു സോ മച്ച്. എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.